ഇന്ന് കർക്കിടകം 1. അപ്പം ഇന്ന് രാവിലെ അമ്പലത്തിലോട്ട് പോണേണ്. അപ്പം ഞങ്ങളുടെ മല്ലികാർജുന അമ്പലത്തിലോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അത് ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടാണ്. അപ്പോൾ 1-ാം തീയതി ആയിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ. കർക്കിടകം 1-ാം തീയതി ആയതുകൊണ്ട് അങ്ങനെ രാമായണ മാസം തുടങ്ങി. ഇനിയിപ്പോൾ രാമായണ പാരായണമൊക്കെ ആയിട്ട് കൂടുതൽ ഭക്തിസാന്ദ്രമായ ദിവസങ്ങളല്ലേ. അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ ചേട്ടനെന്നെ വീട്ടിലാക്കിയിട്ട് നേരെ ജോലിക്ക് പോകട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയത് വിളക്ക് വെക്കാനുള്ള പരിപാടി നോക്കണേണ്. അപ്പം ഇന്ന് 1-ാം തീയതി ആയിട്ട് രാവിലെ തന്നെ വിളക്കൊക്കെ വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഇതാണ് ഞങ്ങളുടെ പൂജാ റൂം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ വിളക്കൊക്കെ വെക്കണ സ്റ്റാൻഡ് ഇതാണ്. അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞതാണ്. ഒരു ഗ്ലാസ് പാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുറേ നാളായിട്ട് നിർത്തിയതാണ്, പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കുടിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞത് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ഉച്ചക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കണേണ്. അപ്പോൾ തക്കാളിക്കറിയാണ് കേട്ടോ. പിന്നെ അതായത് ഞാൻ ഓഫീസിൽ പോണ വഴി നമ്മുടെ എറണാകുളം ശിവക്ഷേത്രത്തിൽ കയറിയിട്ടാണ്. എല്ലാ ദിവസവും കയറാറുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എറണാകുളം അമ്പലത്തിൽ ശിവാമ്പലത്തിലും മുരുകൻ്റെ ക്ഷേത്രത്തിൻ്റെ അകത്ത് തൊഴുതിറങ്ങി. അപ്പോൾ ഇവിടെ അത് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ഇവിടെയും ചെയ്തിട്ടുണ്ട്. 1-ാം തീയതിയായിട്ടുള്ള സ്പെഷ്യൽ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയാണ് രാമായണ പാരായണം നടക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ പ്രശ്നോത്തരുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പെട്ടിയിലിടാം. അപ്പോൾ അതിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുത്തിട്ട് സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഞാനിവിടെ നമ്മുടെ ശ്രീരാമൻ്റെ ഹനുമാൻ കോവിലിൽ തൊഴുതിറങ്ങി. ഇവിടെ ഇങ്ങനെ 2 സ്ഥലമായിട്ടും വെറ്റില മാല വിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ചേച്ചി ഇങ്ങനെ നമ്മൾ വെറ്റില മാല വാങ്ങിക്കുമ്പോൾ കൈയൊക്കെ കഴുകാൻ വെള്ളമൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുണ്ട് വെറ്റില മാല വന്നത്. പിന്നെ ഈ എറണാകുളം അമ്പലത്തിൻ്റെ അപ്പുറത്ത് നമ്മുടെ കിഴക്ക് വശത്തായിട്ട് ദർബാർ ഹാൾ ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ഒരുപാട് പ്രാവുകളുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്റ്റേജ് പോലെ ഉണ്ട്. ഇവിടെ ഉണ്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് ഈ സ്റ്റേജിലാണ് കേട്ടോ. ഉത്സവത്തിൻ്റെ ഒക്കെ വലിയ പരിപാടികളൊക്കെ നടക്കുന്നത്. അതിവിടെ കുറേ പ്രാവുകളുണ്ട്. ഈ പ്രാവുകൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാനായിട്ട് അവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് അരി ഗോതമ്പൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് കുറേ പ്രാവുകളുണ്ട് കേട്ടോ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ അത് ഒരു ചേട്ടൻ പ്രാവുകൾക്ക് തീറ്റയുമായിട്ട് വന്നിട്ടുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രാവുകളെല്ലാം കൂടി കൂട്ടത്തോടെ പറക്കണം കേട്ടോ. തീറ്റ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കുള്ള പറക്കലാണ് കാണാൻ. എല്ലാവരും കൂടി കൂട്ടം കൂടി ഇരുന്ന് കഴിക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, മത്സരം തന്ത്രപ്പാടാണ്. ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതാണ്, ആവേശമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ ചേട്ടനും കുറേ ഇങ്ങനെ ഇട്ട് കൊടുത്ത് എനിക്കൊന്നും ചെറിയ ടൈപ്പ് ചോളം പോലത്തെ സംഭവമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതങ്ങനെ പ്രാവുകൾ കഴിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രാവുകളുടെ ഇടയിൽ ഒരു 2-3 വെള്ള പ്രാവുകൾ ഇട്ടിട്ട് നല്ല ഭംഗിയിലിട്ട് കാണാൻ, നല്ല ക്യൂട്ട് പ്രാവുകളെ. അപ്പോൾ അങ്ങനെ പ്രാവുകൾ തീറ്റയൊക്കെ കഴിക്കണം. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ടാറ്റ. എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം, നല്ല ഹാപ്പി ഡേ. ഓക്കെ.